ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള നിലയിൽ വലിയ മാതൃകകൾ തീർത്തത് തിരുവനന്തപുരത്താണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നുണ്ട്. അത് കളക്ഷന്റെ കാര്യത്തിലാകട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആകട്ടെ, എങ്ങനെയാണ് നമ്മളത് ക്രമീകരിക്കുന്നതാകട്ടെ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. ഇപ്പോൾ ബയോ കമ്പോസ്റ്റർ ബിന്ന് വെച്ച് നമ്മളത് ക്രമീകരിക്കുന്നു. ഇപ്പോൾ ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടേഴ്സ് ഒരു കമ്മ്യൂണിറ്റി ലെവലിലേക്ക് വരുമ്പോൾ തുമ്പൂർ മൊഴിയിലേക്ക് അത് പോകുന്നു, ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടേഴ്സിലേക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം നോൺ ബയോ വേസ്റ്റുകൾ നമ്മൾ പ്രതി മാസം 1000 ടൺ വേസ്റ്റാണ് ഈ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതെല്ലാം പൊതു റോഡിൽ കിടക്കാം, അല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് വെച്ചിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെയൊക്കെ ഒരു പൊതുവേ ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് എന്റെ വീടും പരിസരവും ക്ലീൻ ആയിരിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഒരു ഫ്ലോ പോലെ നടന്നില്ലെങ്കിൽ നമുക്ക് വിസിബിളായി കാണാൻ കഴിയും. ഇന്ന് തിരുവനന്തപുരത്ത് അത്തരത്തിൽ ഒരു മാലിന്യ കൂമ്പാരം ഇല്ല എന്നുള്ളത് ഒരു ജനങ്ങൾക്കും കൂടി കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റ് ആണ്. അതിൽ വലിയ സംഭാവന ഹരിതകർമ്മസേനയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണുന്നു. അതും ഈ സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ഹരിതകർമ്മസേന രൂപീകരിക്കുന്നത് തിരുവനന്തപുരത്താണ്.